മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു ദിവസം 1948 ജനുവരി 29 തയ്യാറാക്കിയ ഒരു നിയമാവലി, മാർഗനിർദ്ദേശക രേഖ ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഈ ഒരു രേഖയിലാണ് ഭാവി ഭാരതത്തിൽ എങ്ങനെയാണ് സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങൾ നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മഹാത്മജി വളരെ വ്യക്തമായി പറയുന്നത്. പ്രസ്തുത രേഖയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു, നടന്നില്ല തുടങ്ങിയ ചർച്ചകളൊക്കെ പലപ്പോഴായി നടക്കുന്നത്. ഇത്തരം പല ചർച്ചകളും അവ്യക്തമായ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വാസ്തവത്തിൽ ഗാന്ധിജി ഉദ്ദേശിച്ചത് ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു, ഏറെക്കുറെ വിജയകരമായി. പൂർണ്ണം വിജയം എന്നുള്ള അർത്ഥത്തിലല്ല, കാരണം വിഭജിക്കേണ്ടി വന്നു ഭാരതം. വിഭജിതമല്ലാത്ത ഭാരതമാണ് ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും ആഗ്രഹിച്ചത്. വിഭജിച്ചു എങ്കിലും ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു. പ്രസ്തുത രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സാമ്പത്തിക തലത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ തലത്തിലും ആത്മീയ തലത്തിലും വികസിപ്പിച്ചുകൊണ്ട് സമ്പൂർണമായ ഒരു സ്വരാജിലേക്ക് നീങ്ങാൻ ഭാരതത്തിന് വളരെ വ്യക്തമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. അത്തരമൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന സംവിധാനം ഉള്ളപ്പോൾ ഇനി തുടർന്ന് അത് കുറച്ചും കൂടി വ്യത്യസ്തമായ രൂപത്തിൽ പ്രവർത്തിക്കണമെന്നാണ് ഗാന്ധി ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു നിയമാവലി തയ്യാറാക്കിയത്. ഗാന്ധിജി ഉദ്ദേശിച്ച സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും സാഹചര്യവും പരിസരവുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിഞ്ഞു പോകട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഗാന്ധി ഒസ്യത്തിൽ സൂചിപ്പിക്കുന്നത്. അവിടെ പിരിഞ്ഞു പോകുക എന്നുള്ളതിനുപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറേയും കൂടിയും വിപുലമായ ഒരു സംവിധാനമായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഗാന്ധി ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തതും തികച്ചും ജനകീയമായ ഒരു ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണം എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി വേണ്ടെന്നല്ല, ഒരു പാർട്ടിയും ഇല്ലാതെ തന്നെ ജനാധിപത്യം സ്വതന്ത്ര ഭാരതത്തിൽ നടപ്പാക്കാൻ സാധിക്കും. അതിന് മുന്നനുഭവങ്ങളുണ്ട് ഭാരതത്തിൽ. അതുകൊണ്ടാണ് ഗാന്ധി പറയുന്നത്, നമുക്ക് നമ്മുടെ മുൻ അനുഭവങ്ങളിൽ ഉറച്ചു നിന്നുള്ള ജനാധിപത്യം, പൈതൃക ജനാധിപത്യം നമുക്ക് ഇവിടെ ഉണ്ടാക്കാമെന്ന് ആ ഉസ്യത്തെന്ന് വിളിക്കപ്പെടുന്ന മാർഗനിർദ്ദേശത്തിൽ നിർദ്ദേശിച്ചത്. ഓരോ പ്രദേശത്തെയും ജനങ്ങൾ, ചെറിയ പ്രദേശത്തെ ഏതാനും വീടുകളിലെ ജനങ്ങൾ കൂടിയിരുന്ന് അതിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, ഇത്തരം പ്രതിനിധികൾ കൂടിയിരുന്ന് അതിന് മുകൾ തടങ്ങളിലുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. ഇത്തരം പ്രതിനിധികൾ ഓരോ പ്രദേശത്തെയും ഗ്രാമങ്ങളിലെ ഭരണവും സേവന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലും, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം നടക്കേണ്ട ഒരു സ്വാശ്രയ ഭാരതം, സ്വാശ്രയ ഗ്രാമം ഒക്കെ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടാകണം എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ എഴുതി വെച്ചത്, ഒസ്യത്ത് എന്ന് പറയുന്ന രേഖയിൽ എഴുതി വെച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് 1948 ഫെബ്രുവരി മാസത്തിൽ അന്ന് AICC വർക്കിംഗ് കമ്മിറ്റി കൂടുന്നുണ്ട്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ രേഖ അംഗീകരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ അത് ആ രേഖ ഭാരതത്തിൻ്റെ രേഖയായി സ്വാഭാവികമായിട്ട് മാറും. അങ്ങനെ ക്രമേണ ഭാരതത്തിൽ കക്ഷിരഹിത ജനാധിപത്യം, ജനകീയ ജനാധിപത്യത്തിനുള്ള ഒരു വഴി തുറക്കുക എന്ന ഉദ്ദേശമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. തികച്ചും ഭാരതീയമായ അടിത്തറയുള്ള പൈതൃക ജനാധിപത്യം സ്ഥാപിക്കാനാണ് ഗാന്ധി ഉദ്ദേശിച്ചത് എന്നർത്ഥം. പക്ഷേ പിൻകാലത്ത് അത് അംഗീകരിക്കപ്പെട്ടില്ല.
പിന്നെ AICC കൂടിയപ്പോഴും ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സാഹചര്യത്തിൽ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഭരണത്തിലേറിയ സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്നത് ഇങ്ങനെ ഒരു ലോകസേവാ പ്രസ്ഥാനം എന്ന രീതിയിലേക്ക് തികച്ചും ജനകീയമായ രീതിയിലേക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ള ധാരാളം വിശദീകരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അന്നത്തെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ഒക്കെയാണ് സംഭവിച്ചത്. പിറ്റേ ദിവസം ഗാന്ധി അന്തരിക്കുന്നു. 29 ഈ രേഖയുണ്ടാക്കുന്നു. 30 ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിക്കുന്നു. പിൻകാലത്ത് വാസ്തവത്തിൽ ഈ രേഖ അതിൻ്റേതായിട്ടുള്ള ഉൾക്കാഴ്ചയിലും ആഴത്തിലും ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് പ്രധാന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അന്ന് ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനം ഭാരതത്തിൽ നടക്കുമ്പോൾ രാഷ്ട്രീയ വടംവലികളും വോട്ടിനു വേണ്ടിയുള്ള വർഗീയ ഗ്രൂപ്പുകളുടെ രൂപീകരണവും വർഗീയ ശക്തികളും രാഷ്ട്രീയ ശക്തികളും തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഒത്തുചേരലും വടംവലികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് ദോഷമായിട്ട് ഭവിക്കും എന്നുള്ള ആ ഗാന്ധിജിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചിന്ത യാഥാർത്ഥ്യമായിരുന്നു എന്ന് സ്വതന്ത്ര ഭാരതം പലതവണ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി ഉദ്ദേശിച്ച ഒരു കക്ഷിരഹിതമായ ജനാധിപത്യം, ഒരു ഭാരതത്തിൻ്റെ പൈതൃക ജനാധിപത്യം ഇനിയെങ്കിലും വീണ്ടെടുക്കുക എന്നുള്ളത് മഹാത്മാഗാന്ധിയോട്, രാഷ്ട്രപിതാവിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സ്മരണാഞ്ജലിയായിട്ടത് തീരും. അതിനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.